Yeah. Hi students, welcome to Target Learning App. ഇന്ന് നമ്മുടെ ബയോളജിയുടെ +2 സുവോളജി പാർട്ടിലെ ഒരു 4 ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മുൻപത്തെ ഒരു വീഡിയോ സെഷനിൽ നമ്മൾ ചെയ്തതാണ്. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് 4 ചാപ്റ്റേഴ്സുകളാണ്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, 2 എവല്യൂഷൻ, പിന്നെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, പിന്നെ വരുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സുകളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏതാനും ക്വസ്റ്റ്യൻസുകൾ ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യും. ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില ഭാഗങ്ങൾ ഞാനിവിടെ ആദ്യമേ പറയാം. ആദ്യം നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നു. നാളെയാണ് നമ്മുടെ എക്സാം ബയോളജി. അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മളിന്ന് അതിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ ആദ്യം പറയാം. ആദ്യം ഞാൻ ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. നിങ്ങൾ ഇപ്പോൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുക. മറ്റൊന്നും വരില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഞാനല്ല. മറ്റൊന്നും വരില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, ഞാനല്ലല്ലോ എക്സാം ഇടുന്നത്. പക്ഷേ നമുക്ക് ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനലൈസിസിൻ്റെ ബേസിലാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം ഞാൻ പറയട്ടെ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി ഒരു പാർട്ട് പഠിക്കണം. രണ്ടാമത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഒരു തവണ 1-2 തവണ ചോദിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. പിന്നെ അതേപോലെ പാക്കേജിങ് ഓഫ് DNA ഇൻ പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. അതിൽ യൂകാരിയോട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് യൂക്രൊമാറ്റിൻ, ഹെറ്ററോക്രൊമാറ്റിൻ. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ DNA റെപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്, അതിൻ്റെ എൻസൈമുകൾ. ഇതൊന്നും മറക്കാതെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. പിന്നെ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ, ജനറ്റിക് കോഡ് എന്താണ്, ജനറ്റിക് കോഡിൻ്റെ റൂളുകൾ എന്താണ്. വെറും ജനറ്റിക് കോഡ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ റൂൾസുകൾ ഏകദേശം ഒരു 5 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. 6 എനിക്ക് തോന്നുന്നത്. അത് നന്നായിട്ട് ആ റൂളുകൾ പഠിക്കണം. അതുകൂടാതെ നമ്മൾ പഠിക്കേണ്ടത് പിന്നെ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജിനോം. പിന്നെ അതേപോലെ സ്റ്റെപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റെപ്സ്, ട്രാൻസ്ലേഷൻ്റെ സ്റ്റെപ്സ്. പിന്നെ ഒന്ന് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇത്രയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു, നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DNA. ഇങ്ങനെ ഒരു 12 ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചോ, നിങ്ങൾക്ക് ഏകദേശം മുൻ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം 100% മാർക്ക് കിട്ടും. നോക്കാം. എനിവേ, ഞാനിവിടെ ഓരോ ക്വസ്റ്റ്യനുകളായിട്ട് നിങ്ങളോട് പറയുന്നു. ആദ്യം ഞാൻ പറയട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ, മെൻഷൻ ദ ട്രിപ്ലെറ്റ് കൊഡോൺ ആക്ട് ആസ് ഇനീഷ്യേറ്റർ കൊഡോൺ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അതായത് ഏതാണ് ഇനീഷ്യേറ്റർ കൊഡോൺ? ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചു, ജനറ്റിക് കോഡിൽ ചില റൂളുകളുണ്ട്. അതിലൊരു റൂളാണ് AUG എന്ന് പറയുന്ന കൊഡോൺ ഉണ്ട്. AUG എന്നാണ് കൊഡോണിൻ്റെ പേര്. ഈ AUG എന്ന് പറയുന്ന കൊഡോണിന് 2 ഫംഗ്ഷനാണുള്ളത്. ഒന്ന്, ഇവരെ നമ്മൾ വിളിക്കും ഇനീഷ്യേറ്റർ കൊഡോൺ എന്നാണ് പറയുക, ഇനീഷ്യേറ്റർ കൊഡോൺ എന്ന് പറയും. 2, ഇവർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന് പറയുന്നു മെത്തിയോണൈൻ എന്ന് പറയും, മെത്തിയോണൈൻ. ഈ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മൾ മെൻഷൻ ദ ട്രിപ്ലെറ്റ് കൊഡോൺ. ട്രിപ്ലെറ്റ് കൊഡോൺ ഏതാണെന്നറിയോ? AUG. ദാറ്റ് ആക്ട് ആസ് ഇനീഷ്യേറ്റർ കൊഡോൺ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ സമയത്ത് ഇനീഷ്യേറ്റർ കൊഡോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് AUG ആണ്. അതിന് 2 ഫംഗ്ഷൻ ഞാനിവിടെ കൊടുത്തു. അതിന് ഇനീഷ്യേറ്റർ കൊഡോൺ എന്ന് പറയും. അവർ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡിന് പറയുന്നു മെത്തിയോണൈൻ. ഇനി അടുത്തതിലേക്ക് വരാം. Let us see, describe the different stages or steps in the process of transcription. ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റെപ്പുകൾ. അത് പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും നമുക്ക് 3 സ്റ്റെപ്സുകളേ ഉള്ളൂ. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്. ആദ്യം ഞാൻ പറയുന്നു ഇനീഷ്യേഷൻ. എന്താണ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇനീഷ്യേഷൻ. പ്രോകാരിയോട്ടിലാണെങ്കിലും യൂകാരിയോട്ടിലാണെങ്കിലും
ആദ്യം നമുക്ക് പറയാൻ പറ്റും ഇതാണ് ഒരു ഡി എൻ എയുടെ സ്ട്രാൻഡ്. ഒന്നാമത്തെ ഡി എൻ എയുടെ സ്ട്രാൻഡ് 3' to 5' ആകുന്നു. രണ്ടാമത്തെ സ്ട്രാൻഡ് 5' to 3' ആകുന്നു. ഇതിൽ ഈ പറയുന്ന ഭാഗമാണ് പ്രൊമോട്ടർ, ഈ ഭാഗമാണ് ടെർമിനേറ്റർ. അപ്പോൾ ഞാനിവിടെ പറയാണ് ഈ പ്രൊമോട്ടറിൽ RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും വരുന്നതാണ് ഇനീഷ്യേഷൻ. പ്രൊമോട്ടറിൽ RNA പോളിമറൈസ് അലോങ് വിത്ത് സിഗ്മ ഫാക്ടർ. രണ്ട് നമ്മൾ എലോങ്ങേഷൻ എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എലോങ്ങേഷൻ. എന്താണ് എലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഇതേ സംഗതി തന്നെ ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. RNA പോളിമറൈസ് അലോങ് വിത്ത് സിഗ്മ ഫാക്ടർ മൂവ് ത്രൂ സ്ട്രക്ചറൽ ജീൻ. നോക്കിയേ, RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും കൂടെ നമ്മൾ സ്ട്രക്ചറൽ ജീനിലൂടെ കടന്നു പോകുമ്പോൾ mRNA ഉണ്ടാക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ടെർമിനേഷൻ. അതായത് RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും കൂടെ, കേട്ടോണം, RNA പോളിമറൈസും അതേപോലെ സിഗ്മ ഫാക്ടറും കൂടെ നമ്മുടെ ടെർമിനേറ്ററിലേക്ക് എത്തുന്നു. ഓക്കെ, ആ സമയത്ത് അവിടെ റോ ഫാക്ടർ, ഇതാണ് RNA പോളിമറൈസ് സിഗ്മ ഫാക്ടർ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ റോ ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടർ വരുമ്പോൾ mRNA താഴേക്ക് വീഴുന്നു. താഴേക്ക് എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസത്തിലേക്കാണ് പ്രോകാരിയോട്ടിലാണെങ്കിൽ. യൂകാരിയോട്ടിലാണെങ്കിൽ അത് വീഴുന്നത് നമ്മുടെ ന്യൂക്ലിയസിനകത്താണ്. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു എന്തൊക്കെ സ്റ്റെപ്സുകളാണ്. ഇനീസിയേഷനിൽ RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും പ്രൊമോട്ടറിൽ വരുന്നു. എലോങ്ങേഷനിൽ RNA പോളിമറൈസും സിഗ്മ ഫാക്ടർ സ്ട്രക്ചർ ജീനിലൂടെ കടന്നു പോകുന്നു. ടെർമിനേഷനിൽ RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും ടെർമിനേറ്ററിലേക്ക് എത്തി അവിടെ റോ ഫാക്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന RNA താഴേക്ക് വീഴുന്നു. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റെപ്സ്. ഇനി നോക്കിക്കോളൂ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. YAC എന്താണ്? YAC എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം. അപ്പോൾ BAC എന്താണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം. നമ്മൾ ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് 2 വെക്ടേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു DNA സെഗ്മെൻ്റ് എടുത്തിട്ട് നമ്മൾ വെക്ടേഴ്സുകളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വെക്ടറാണ് ഇവിടെ BAC YAC എന്ന് പറയുന്നത്. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം, BAC. സെറ്റല്ലേ? സോ കമ്മിങ് ടു സീ ദ നെക്സ്റ്റ് വൺ. നോക്കൂ, അടുത്തത് അണ്ടർ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് വിച്ച് ലുക്സ് ലൈക്ക് എ ബീഡ്സ് ഓൺ സ്ട്രിങ്, നൂലിൽ മുത്തുകൾ ഇരിക്കുന്നത് പോലെ ഉണ്ടാകും. ഹിയർ ബീഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏത് സ്ട്രക്ചറാണ്? അതായത് ഇങ്ങനെയാണ്, ഇത് ബീഡ്, ഇത് സ്ട്രിങ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ബീഡ് എന്താണെന്നാണ് ചോദ്യം. ബീഡ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റും, ഇത് ഹിസ്റ്റോൺ ഒക്ടാമറാണ്. ഇതേതാണ്? ഹിസ്റ്റോൺ ഒക്ടാമർ. അങ്ങനെയാണെങ്കിൽ ഇതിൽ കാണുന്ന ഈ സ്ട്രിങ് എന്തായിരിക്കും? ചിലപ്പോൾ ഈ വർഷം ചോദ്യം അതാണെങ്കിലോ. അപ്പോൾ ഇതിന് നമുക്ക് പറയാൻ പറ്റും ഇത് DNA ആണ്. സെറ്റല്ലേ? ആ ടോപ്പിക് അവിടെ തീർന്നു. ഇനി അടുത്തതിലേക്ക് വരാം. നോക്കൂ, ഇൻ എ സെൽ, ഒരു സെല്ലിനകത്ത് യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. ഞാൻ ഇവിടെ രണ്ടും വരയ്ക്കാം. നോക്കിക്കോളൂ, യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് യൂക്രോമാറ്റിൻ? യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂക്ലിയസിൻ്റെ ചില ഭാഗത്ത് ക്രൊമാറ്റിൻ ലൂസായിട്ട് കിടക്കും. നോക്കിക്കോളൂ, ക്രൊമാറ്റിൻ ആർ ലൂസ്ലി അറേഞ്ച്ഡ്. ക്രൊമാറ്റിൻ ഇവിടെ ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ലൂസ്ലി അറേഞ്ച്ഡ് ആണ്. പക്ഷേ ഹെട്രോക്രൊമാറ്റിൻ അങ്ങനെയല്ല. ക്രൊമാറ്റിൻ എങ്ങനെയാണ്? ടൈറ്റ്ലി പാക്ഡ് ആണ്. ടൈറ്റ്ലി അറേഞ്ച്ഡ് ആണ് ഹെട്രോക്രൊമാറ്റിൻ. ഇനി അതേപോലെ തന്നെ യൂക്രോമാറ്റിനിൽ ട്രാൻസ്ക്രിപ്ഷൻ. നമുക്ക് രണ്ടാമത്തെ കാര്യം പറയാം. ഇത് കളർ കൊടുത്താൽ ലൈറ്റായിട്ടാണ് കളർ പിടിക്കും. സ്റ്റെയിൻ ലൈറ്റർ. അടുത്ത് നോക്കിയേ, ഹെട്രോക്രോമാറ്റിനിൽ ദേ സ്റ്റെയിൻ ഡാർക്കർ. ഓക്കെ, അതേപോലെ ഇത് ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ഇത് ആക്റ്റീവാണ്. ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ആക്റ്റീവാണ് നമ്മുടെ യൂക്രോമാറ്റിൻ. പക്ഷേ ട്രാൻസ്ക്രിപ്ഷൻ കൊണ്ട് ഇനാക്റ്റീവാണ് ഹെറ്റിറോക്രോമാറ്റിൻ. ക്ലിയർ ആണല്ലോ? ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത് ഉറപ്പുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും മക്കൾ പഠിക്കാം, യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ ഡിഫറൻസുകൾ. ഇനി ഞാൻ അടുത്തതിലേക്ക് വരാം. നോക്കോളൂ, ഇൻ യൂകാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽ. റൈറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് അറ്റ് വിച്ച് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ്. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. നമ്മളിവിടെ
യൂകാരിയോട്ടിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ നടത്തുക? യൂകാരിയോട്ടിൽ ആദ്യം നമുക്ക് പറയാൻ പറ്റും DNA യിൽ നിന്ന് എന്താ ഉണ്ടാവുക? RNA ഉണ്ടാവില്ലേ? അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത്തെ കാര്യമാണ് ട്രാൻസ്ലേഷൻ. ആദ്യം പറയുന്നു ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, പിന്നെ പ്രോസസ്സിങ് നടക്കുന്നു. പ്രോസസ്സിങ് അതായത് ട്രാൻസ്ക്രിപ്ഷനിലൂടെ നമുക്ക് mRNA ഉണ്ടാവും, ആദ്യം HNRNA ഉണ്ടാവും, അതിൽ സ്പ്ലൈസിങ് നടക്കും, ക്യാപ്പിംഗ് നടക്കും, ടെയിലിംഗ് നടക്കും. അതാണ് ഈ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് ആണ്. സ്പ്ലൈസിങ് ഉണ്ട്, ക്യാപ്പിംഗ് ഉണ്ട്, അതേപോലെ മൂന്നാമത്തെ ഏതാണ്? ടെയിലിംഗ് ഉണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളാണ്. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ് ആൻഡ് ടെയിലിംഗ് എന്നിങ്ങനെ 3 കാര്യങ്ങളുണ്ട്. അതുകൂടാതെ ഇതാണ് പ്രോസസ്സിങ് ലെവൽ. ഇനി അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനിൽ പ്രോസസ്സിംഗ് ആണ്, സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. അതുകൂടാതെ പിന്നെ വരുന്നതാണ് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. നോക്കിയേ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. mRNA ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നു. ഇതാണ് അടുത്ത ജീൻ എക്സ്പ്രഷൻ, ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ആണ് ട്രാൻസ്ലേഷൻ. ഈ 4 സ്റ്റെപ്പാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ട്രാൻസ്ലേഷണൽ ലെവൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം, ട്രാൻസ്ലേഷൻ. ഇതാണ്. ഇനി ഞാനിവിടെ അടുത്ത് പറയുന്നു, നോക്കൂ, ദ ഫിഗർ ഓഫ് ലാക് ഒപ്പേറോൺ in the absence of lactose is given below. Draw the diagram of lac operon in the presence of lactose and label it. നോക്കിയേ, വളരെ സിമ്പിളാണ്. നമുക്ക് ലാക്ടോസ് ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. വളരെ എളുപ്പമല്ലേ? ഇതാണ് ഞാനൊരു ഷോർട്ട് കോഡ് പറയുന്നു. പിപ്പോസിയ എന്ന് പറയും. പ്രമോട്ടർ, റെഗുലേറ്റർ, പ്രമോട്ടർ, ഓപ്പറേറ്റർ, ZYA. കേട്ടല്ലോ, പിപ്പോസിയ. ആദ്യം ഞാൻ പറയുന്നു, ഈ പ്രൊമോട്ടറിൽ ഒരു RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും ഉണ്ട്. അത് റെഗുലേറ്റർ ജീനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് mRNA ഉണ്ടാകുന്നു. ഈ mRNA ഒരു റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ സാധാരണ ഓപ്പറേറ്ററിലേക്ക് പോയി ബൈൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ ലാക്ടോസ് എന്ന് പറയുന്നത് ഒരു ഇൻഡ്യൂസർ ആണല്ലോ. ഈ ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ ഈ പറയുന്ന റിപ്രസർ പ്രോട്ടീനെ പോയിട്ട് ബൈൻഡ് ചെയ്താൽ പിന്നെ ഇത് ഓപ്പറേറ്ററിൽ പോവില്ല. അപ്പോൾ ഈ RNA പോളിമറൈസിലുള്ള എൻസൈം സ്ട്രക്ചർ ജീനിലൂടെ പോയാൽ അതിലുണ്ടാക്കുന്നതാണ് ZYA. ഈ ജീനുകൾ mRNA ഉണ്ടാക്കും. അതിലൂടെ ഉണ്ടാക്കുന്ന പ്രോട്ടീനുകളാണ് ബീറ്റ ഗാലക്ടോസൈഡേസ്. മറ്റൊന്ന് Y ജീൻ ഉണ്ടാക്കുന്നതാണ് പെർമിയേസ്. ആൻഡ് ലാസ്റ്റ് വൺ A ഉണ്ടാക്കുന്നതാണ് ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. കേട്ടല്ലോ, ഇതാണ് ലാക്ടോസിൻ്റെ പ്രസൻസിൽ ഇവിടെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കൂ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ദ ഡയഗ്രാം റെപ്രസെൻറ്റ് DNA റെപ്ലിക്കേഷൻ പ്രോസസ്. നോക്കൂ, റീഡ്രോ ദ ഡയഗ്രാം റെക്ടിഫൈയിങ് ഇഫ് എനി മിസ്റ്റേക്സ്. റെക്ടിഫിക്കേഷൻ നടത്തുന്ന എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നു, കേൾക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ നോക്കിയാൽ 3' to 5' പാരലൽ സ്ട്രാൻഡിങ് തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്കിയേ, ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കണം. ഇത് തെറ്റാ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ ഇപ്പോൾ ഞാൻ വരയ്ക്കാം. നമ്മൾ ഈ ഡയഗ്രാം ഞാൻ റീഡ്രോ ചെയ്യണം, കാരണം തെറ്റുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റീഡ്രോ ചെയ്യാം. ഇത് 3' ആണ്, ഇത് 5' ആണ്. ഓക്കെ, 3' ഉണ്ട്, 5' ഉണ്ട്. അതായത് ഇവിടെ നോക്കിയേ, പുതിയ സ്ട്രാൻഡ് 5' 3' കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കും. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നോക്ക്, 3' ഇവിടെ 5' കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഉണ്ടാക്കുന്ന നോക്കിയ ഫ്രാഗ്മെൻറ്റുകളായിട്ടാണ് ഉണ്ടാക്കുക. ഇത് ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലേബലിംഗ് ഒക്കെ കറക്റ്റാണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇത് കണ്ടിന്യൂസ് സിന്തസിസ് ആണ്. ഇതിന് ലീഡിങ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഇതിനെ ലാഗിങ് സ്റ്റാൻഡ് എന്ന് പറയും. ഇതാണ് നമ്മളിപ്പോൾ ഈ ഡയഗ്രം നമ്മളിപ്പോൾ തിരുത്തി വരച്ചു. കണ്ടോ, വ്യത്യാസം നിങ്ങൾ കണ്ടെത്തുക. നെയിം ദ 2 എൻസൈം ഇൻവോൾവ് ഇൻ DNA റെപ്ലിക്കേഷൻ പ്രോസസ്. DNA റെപ്ലിക്കേഷനിൽ നമ്പർ ഓഫ് എൻസൈംസ് ഉണ്ട്. ഒന്നാമത്തെ എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. ഓക്കെ, DNA പോളിമറൈസ് എന്ന് പഠിച്ചു വെക്കുക ഒരു എൻസൈം. നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുന്ന മക്കൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. നോക്കൂ, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ് ഒരു എൻസൈം. രണ്ടാമത്തെ ഒരു എൻസൈം ഞാൻ പഠിപ്പിക്കുന്നു, അതായത് ലിഗേസ് എന്ന് പഠിച്ചാൽ മതി. DNA ലൈഗേസ്. ഓക്കെ, ലൈഗേസ് എന്ന് പറയുന്ന എൻസൈം ദിസ് മച്ച് ഓൺലി ഇൻ DNA റെപ്ലിക്കേഷനിലുള്ളത്. ഇനി നമുക്ക് വീണ്ടും നമ്മൾ മുൻപ് കണ്ട അതേ ചോദ്യം നോക്കിയേ. ലാക്ടോസ് കാറ്റബോളിസം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇൻ ഈക്വലൈസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ P. ഇവിടെ P എന്താണെന്ന് പറയണം. എന്താ P? പ്രമോട്ടറാണ്.
ഡ്രോ ദ ഡയഗ്രാം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. മുന്നത്തെ വീഡിയോ നോക്കുക, അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചർ ജീൻ ZYA. Z ഉണ്ടാക്കുന്ന എൻസൈം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. Z ഉണ്ടാക്കുന്ന എൻസൈം ഏതാണ്? ബീറ്റ ഗാലക്ടോസൈഡേസ്. Y ഉണ്ടാക്കുന്ന എൻസൈം ഏതാണ്? പെർമിയേസ്. A ഉണ്ടാക്കുന്ന ഏതാണ്? ട്രാൻസ് അസറ്റൈലേസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ 3 ചോദ്യത്തിന് 3 മാർക്കാണ്. ഐഡന്റിഫൈ P പ്രൊമോട്ടർ, ഡ്രോ ദ ഡയഗ്രാം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ഞാൻ തൊട്ട് മുൻപ് വരച്ചു. ഇനി ZYA, Z എന്ന് പറഞ്ഞാൽ ബീറ്റ ഗാലക്ടോസൈഡേസ്, Y എന്ന് പറഞ്ഞാൽ പെർമിയേസ്, A എന്ന് പറഞ്ഞാൽ ട്രാൻസ് അസറ്റൈലേസ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. DNA സീക്വൻസ് ഈസ് പ്രൊവൈഡഡ് ബിലോ 5' to 3'. 5' to 3' വരെയുള്ള ഒരു DNA സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്. കോംപ്ലിമെന്ററി സ്ട്രാൻഡിലുള്ള സീക്വൻസ് കണ്ടെത്തുക. ഓക്കെ, ഇതിവിടെ തന്നിരിക്കുന്ന DNA സീക്വൻസ് പ്രൊവൈഡഡ് ബിലോ 5' to 3' ആണ്. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ഇറ്റ്സ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു DNA സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ DNA സീക്വൻസിൻ്റെ ഒരു കോംപ്ലിമെന്ററി സ്ട്രാൻഡ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ DNA സീക്വൻസ് നമുക്കിവിടെ ട്രാൻസ്ക്രിപ്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് എഴുതി കൂടെ നോക്കി, ഇതിൻ്റെ ഒരു കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എങ്ങനെയായിരിക്കണം? ആദ്യം ഇവിടെ 5' അവിടെ 5' to 3'. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? 3' to 5'. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടോ പറയാമോ? നോക്കിയേ, അഡിനൈന് പകരം ഞാനിവിടെ തയമീൻ കൊടുക്കും, തയമീന് പകരം അഡിനൈൻ കൊടുക്കും, ഗുവാനൈന് പകരം സൈറ്റോസൈൻ കൊടുക്കും, സൈറ്റോസൈന് പകരം ഗുവാനൈൻ കൊടുക്കും, അഡിനൈന് പകരം തയമീൻ, തയമീന് പകരം അഡിനൈൻ, ഗുവാനൈന് പകരം സൈറ്റോസൈൻ, സൈറ്റോസൈന് പകരം ഗുവാനൈൻ, അഡിനൈന് പകരം തയമീൻ, തയമീന് പകരം അഡിനൈൻ, ഗുവാനൈന് പകരം സൈറ്റോസൈൻ. ഓക്കെ, ഗുവാനൈൻ, പിന്നെ തയമീൻ, അഡിനൈൻ, സൈറ്റോസൈൻ, അങ്ങനെ പോകും. നോക്കിയാൽ ഇതിൻ്റെ കോംപ്ലിമെന്ററി സ്റ്റാൻഡുകൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി പോകും. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ എപ്പോഴും അഡിനൈൻ ആരുമായിട്ട് പെയർ ചെയ്യുക? തൈമിനായിട്ട്. തൈമിൻ ആരായിട്ട് പെയർ ചെയ്യുക? അഡിനൈനായിട്ട്. ഗുവാനൈൻ ആരായിട്ട് പെയർ ചെയ്യുക? സൈറ്റോസൈനായിട്ട്. അപ്പോൾ ഇങ്ങനെ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് RNA അല്ല ഇവിടെ DNA സീക്വൻസ് തന്നിട്ടില്ല, അതിൻ്റെ കോംപ്ലിമെന്ററി കണ്ടെത്താനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ഒന്നാമത്തെ ആൻസർ കഴിഞ്ഞു. നെയിം ദ എൻസൈം ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ പറയാം ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. DNA ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ? ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്ന DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ്. അതോടെ നോട്ട് ചെയ്താൽ മതി. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് ദ സ്ട്രാൻഡ്സ് ഓഫ് ദ DNA ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ക്രിപ്ഷൻ? 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് DNA-യിൽ ട്രാൻസ്ക്രിപ്ഷൻ സമയത്തുണ്ടായാൽ എന്തു സംഭവിക്കുന്ന? 2 സ്ട്രാൻഡുകളിൽ നിന്ന് 2 RNA ഉണ്ടാവും. ഈ 2 RNA തമ്മിൽ ചിലപ്പോൾ എന്താകും? 2 RNA ചിലപ്പോൾ 2 പ്രോട്ടീൻ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ ഉണ്ടാക്കിയാൽ ആ സെല്ലിൻ്റെ പ്രവർത്തനം കോംപ്ലിക്കേറ്റഡ് ആയി. ശ്രദ്ധിച്ചോളൂ കേട്ടോണേ. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനിൽ സാധാരണഗതിയിൽ DNA-യിലെ ഒരു സ്ട്രാൻഡ് ആ ടെംപ്ലേറ്റ്, മറ്റേ സ്ട്രാൻഡ് കോഡിങ്ങാണ്, ഇങ്ങനെ വരിക. അത് ടെംപ്ലേറ്റ്, ഇത് കോഡിങ്ങാണ്. പക്ഷേ ഇതിൽ നിന്ന് 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയാൽ, ഇൻ കേസ് ഈ കോഡിങ് സ്ട്രാൻഡിന് പകരം ഇവിടെ ടെംപ്ലേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടുന്ന് 2 RNA ഉണ്ടാവും. ഈ 2 RNA 2 വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീൻ ആക്കും. അപ്പോൾ സെല്ലിൻ്റെ മെഷീനറി കോംപ്ലിക്കേറ്റഡ് ആയി. ഇതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്താ അറിയോ? അഥവാ ഈ 2 RNA-യും കോംപ്ലിമെന്ററി ആയാൽ 2ഉം കൂടെ ബൈൻഡ് ചെയ്ത് ഡബിൾ സ്ട്രാൻഡിലായിട്ടുള്ള RNA ഉണ്ടാവും. ഈ ഡബിൾ സ്ട്രാൻഡായിട്ടുള്ള RNA ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ പിന്നെ എന്തുണ്ടാക്കൂല? പ്രോട്ടീൻ സിന്തസിസ് നടക്കൂല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. നോക്കൂ, ഇൻ എ ഡബിൾ സ്റ്റാൻഡ് DNA, the ratio between adenine and thymine, guanine and cytosine are constant and equal 1. Who observed this fact? ഈ ഒരു എത്ര അഡിനൈൻ ഉണ്ട് അത്രത്തോളം തൈമിൻ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? അതായത് എത്രത്തോളം പ്യൂരിൻ ഉണ്ട് അത്ര തന്നെ പിരമിഡിൻ ഉണ്ടെന്ന് കണ്ടെത്തിയ ആളാണ് എർവിൻ ചർഗാഫ്. അതിനാണ് നമ്മൾ ചർഗാഫ്സ് റൂൾ എന്ന് പറയും. 1 മാർക്കിൻ്റെ ചോദ്യമാണ്. എർവിൻ ചർഗാഫ് ആണ് ഈ റൂൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പറയും ചർഗാഫ്സ് റൂൾ എന്ന് പറയുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പിന്നെ അതിൽ നിങ്ങൾ പഠിക്കണം DNA-യുടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റിങ് പ്രോസസ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. അതിൽ 6 സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ പഠിക്കുക. ഏതാ അറിയോ? ഐസൊലേഷൻ ഓഫ് DNA. അത് പഠിക്കേണ്ടതാണേ. ഞാനത് അവിടെ കൊടുത്തിട്ടില്ല. ഒന്നാം പക്ഷേ നിങ്ങൾ പഠിക്കണം ഐസൊലേഷൻ ഓഫ് DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. രണ്ടാമത് എന്താണ്? DNA നമ്മൾ എന്ത് ചെയ്യുക? ഫ്രാഗ്മെൻ്റ് ആക്കുക. അതിനെ നമ്മൾ എന്താ പറയുക? DNA നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ഫ്രാഗ്മെൻറ്റുകളാക്കുക. നമ്മൾ ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ ഡൈജഷൻ. DNA നമ്മൾ കട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ ഡൈജഷൻ. കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കുക, റെസ്ട്രിക്ഷൻ ഡൈജഷൻ. മൂന്നാമത്തെ എന്താക്കുക എന്നറിയോ? ഓക്കെ, കട്ട് ചെയ്യുക. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുക, കട്ട് ചെയ്ത് ചെറിയ പീസാക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ പിന്നെ ഒരു എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസ് സെറ്റപ്പിലേക്ക് ഇടുക. ജെൽ ഇലക്ട്രോഫോറസിസ് സെറ്റപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ നമ്മൾ നൈലോൺ ഷീറ്റ് കൊണ്ട് നമ്മൾ എടുക്കുക.
അതിന് പറയുന്ന പേരാണ് നമ്മൾ നൈലോൺ ഷീറ്റ് കൊണ്ട് നമ്മൾ അല്ലെങ്കിൽ എന്താണ് എടുക്കുന്നതിന് പറയുന്ന പേരാണ് സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. സദേൺ ബ്ലോട്ടിംഗ് എന്ന് പറയും. അതിനുശേഷം അത് നമ്മൾ ലേബിൾഡ് VNTR പ്രോബിലേക്ക് ഹൈബ്രിഡൈസ് ചെയ്യുക, ഹൈബ്രിഡൈസേഷൻ നടത്തുക ബൈ യൂസിങ് ലേബിൾഡ് VNTR പ്രോബ്. അറിയുന്ന ഒരു VNTR പ്രോബുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണിത് ഹൈബ്രിഡൈസ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക എന്നാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം കേട്ടോ. ഹൈബ്രിഡൈസേഷൻ. ഇനി അതിന് ശേഷമാണ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാർകോഡ് പോലെ കിട്ടും. ഈ കാര്യങ്ങൾ ഇതേപടി പഠിക്കുക കേട്ടോ. ഇതാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ നമ്മളിവിടെ തീർത്തു. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം, എവല്യൂഷൻ. ഓക്കെ, എവല്യൂഷനിൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലീൽ ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ represented as p square plus 2pq plus q square is equal to 1. Name the evolutionary principle. ഇത് ഏത് പ്രിൻസിപ്പിളാണ്? ഇതിന് പേരാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും. നോക്കിക്കോളൂ, ഇതിന് പറയുന്ന പേരെന്താണ്? ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഇതിന് പറയുന്ന പേരാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ? അല്ലീലുകളുടെ ആവർത്തനം ഒരു തലമുറ തുടങ്ങി അടുത്ത തലമുറ വരെ സെയിം ആണ്. ദ അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഓക്കെ എന്ന് പറയാം, ഒരു തലമുറ തുടങ്ങി അടുത്ത തലമുറ വരെ അല്ലീലുകളുടെ ആവർത്തനത്തിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ദ അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്താ പറയുന്നത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സുകളുണ്ട്, അത് ഞാനിവിടെ അവിടെ തന്നെ പറയാം. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ജീൻ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷൻ. ജീൻ മൈഗ്രേഷൻ 1. 2 ജനറ്റിക് ഡ്രിഫ്റ്റ്. രണ്ടാമത്തേതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. 3 നമുക്ക് പറയാം മ്യൂട്ടേഷൻ. 4 ജനറ്റിക് റീകോമ്പിനേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ. 5 ഓക്കെ, ജനറ്റിക് റീകോമ്പിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനുള്ളത് നമുക്കുള്ളത് നോക്കിയാൽ നാച്ചുറൽ സെലക്ഷൻ. ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. എന്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ? സം ടോട്ടൽ ഓഫ് അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ്. അല്ലീലുകളുടെ ആവർത്തനത്തിൽ മാറ്റമില്ല, ഒരു തലമുറ തുടങ്ങി അടുത്ത തലമുറ വരെ സെയിം ആണ്. സോ അല്ലീൽ ഫ്രീക്വൻസി റിമെയിൻ കോൺസ്റ്റന്റ് ഫ്രം വൺ ജനറേഷൻ ടു ജനറേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ 5 എണ്ണം ഇതും പഠിക്കണം. 3 മാർക്കിന് ചോദ്യമാണ് വരിക. ഹു പ്രപ്പോസ്ഡ് ദ റിവേറ്റ് പ്രോപ്പർ ഹൈപ്പോത്തസിസ്? ഇരിക്കുന്നത് ഈ ചാപ്റ്ററിലല്ല. അപ്പോൾ അത് അതിന് ശേഷമുള്ള ഓർ ക്വസ്റ്റ്യൻ ഇവിടെ വന്നാണ്. മെൻഷൻ എനി 2 തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ലൈഫ് ഉണ്ടായതിനെ കുറിച്ചുള്ള 2 തിയറി. ഓക്കെ, അതിൽ ഒരു തിയറി ഞാൻ തന്നെ പറയുന്നു. മെൻഷൻ എനി 2 തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ്. 2 തിയറി പറയാനാണ് പറഞ്ഞത്. അതിൽ ഒരു തിയറി ഞാൻ പഠിക്കേണ്ട, അതിൽ 2 തിയറി ഞാൻ പറയുകയാണ്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഓക്കെ, ഒരു തിയറി. ഞാൻ ഇമ്പോർട്ടൻ്റ് തിയറി മാത്രം ഇവിടെ എഴുതുന്നു. സ്പോണ്ടേനിയസ് ജനറേഷനിൽ എന്താ ഇതിൻ്റെ പ്രത്യേകത അറിയോ? ലിവിങ് തിങ്സ് ഉണ്ടാകുന്നത് നോൺ ലിവിങ് തിങ്സുകളിൽ നിന്നാണ്. ഓക്കെ, അതാണ് ഈ തിയറിയുടെ പ്രത്യേകത. ലിവിങ് തിങ്സ് ആർ ഫോംഡ് ഫ്രം നോൺ ലിവിങ്. കേൾക്കണേ, ലിവിങ് തിങ്സുകൾ ഉണ്ടാകുന്നത് നോൺ ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സുകളിൽ നിന്നാണെന്നാണ്. സോ ലിവിങ് തിങ്സ് ആർ ഫോംഡ് ഫ്രം നോൺ ലിവിങ് മാറ്റേഴ്സ് ലൈക്ക് ഡീക്കേയിങ്, സ്ട്രോ, മഡ്, അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഈ തിയറി റിജക്റ്റ് ചെയ്ത ആളാണ് ലൂയിസ് പാസ്റ്റർ. പറഞ്ഞു ലിവിങ് തിങ്സിൽ നിന്ന് മാത്രമേ ഉണ്ടാവുന്നു. രണ്ടാമത്താണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഹൊപ്പാരിൻ ആൻഡ് ഹാൾഡെയിൻ ഉണ്ടാക്കിയ തിയറിയാണ്. ഇവർ പറയുന്നത് ലിവിങ് തിങ്സ് ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണെന്നാണ്. സോ കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ, ഇതാണ് 2 തിയറി പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് പറയുന്നു, റൈറ്റ് ഇനി 3 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഞാൻ പറയില്ല, ഫസ്റ്റ് തന്നെ ഞാനതാ പറഞ്ഞത്, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിച്ചുകൊള്ളുക. പിന്നെ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ഹോമോലോഗസ് ഓർഗൻ ഡൈവർജൻ്റ് എവല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ അനലോഗസ് ഓർഗൻ എന്തായിരിക്കും? കൺവെർജൻ്റ് എവല്യൂഷൻ. അത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി, HDAC എന്ന് പഠിച്ചാൽ മതി. HDAC എന്താ? HDAC എന്ന് പറഞ്ഞാൽ ഹോമോലോജി എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഹോമോലോജി അനലോജി എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. ഹോമോലോജി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ സെയിം ആവുകയും പുറമേയുള്ള ഫങ്ഷൻസുകൾ ഡിഫറൻ്റ് ആവുകയും ചെയ്യുന്നതിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുക. ഇപ്പോൾ വെയിൽസിൻ്റെ എന്താണ് 4 ലിംസ്,
ചീറ്റയുടെ 4 ലിംസ്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ 4 ലിംസ്, ബാറ്റിൻ്റെ 4 ലിംസ്, ഇതിലൊക്കെ ഉള്ളിലുള്ള എല്ലുകൾ സെയിമാണ്. ഏതൊക്കെയാണ്? ഹ്യൂമറസ്, അൾനാർ, റേഡിയസ്, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. പക്ഷേ ഇവർ കാണിക്കുന്ന ഫങ്ഷൻസ് വ്യത്യാസമല്ലേ? മനുഷ്യൻ്റെ കൈ പോലെയാണോ ചീറ്റയുടെ കാല്? അതേപോലെയാണോ ഫ്ലിപ്പർ ഓഫ് വെയിൽ? അല്ല, അവർക്ക് നീന്താനാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഹോമോലോഗസ് ഓർഗൻ. നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ അനലോഗസ് ഓർഗൻസ് പറയുന്നു. നേരെ വ്യത്യാസമുണ്ട്. ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സുകൾ ഡിഫറെൻ്റ് ആണെങ്കിലും പുറമേയുള്ള ഫങ്ഷൻസ് സെയിം ആയിരിക്കും. ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ആർ ഡിഫറെൻറ്റ് ബട്ട് ദേ പെർഫോം ഡിഫറെൻറ്റ് സെയിം ഫങ്ഷൻ. ഡിഫറെൻറ്റ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ബട്ട് സെയിം ഫങ്ഷൻ ആണ് ഇത് അനലോഗസ് ഓർഗൻസ്. അങ്ങനെയുള്ളതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ഐ ഓഫ് ഒക്ടോബസ് ആൻഡ് ദോസ് ഓഫ് മാമൽ. ഒക്ടോബസിൻ്റെ കണ്ണും മനുഷ്യരുടെ കണ്ണും, ഈ രണ്ടും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ രണ്ടും കാഴ്ച തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ദാറ്റ് ഓഫ് ബട്ടർഫ്ലൈ. ഓക്കെ, ബേർഡ്സിൻ്റെയും അതേപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെയും ചിറക് രണ്ടും പറക്കുക എന്നാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫ്ലിപ്പർ ഓഫ് പെൻക്വിൻ ആൻഡ് ഡോൾഫിൻ, ഡോൾഫിൻ്റെയും അതേപോലെ പെൻക്വിൻ്റെ ഒക്കെ ഫ്ലിപ്പർ രണ്ടും സെയിമാണ്, പക്ഷേ രണ്ടിൻ്റെയും ഫങ്ഷൻസുകൾ സെയിം ആണ്, പക്ഷേ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഇതാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും വന്നിട്ടുണ്ട് ആ ചോദ്യം. അപ്പോൾ ഞാനിതിന് പറയേണ്ടതില്ലല്ലോ. HD കേട്ടോ, ഹോമോലോഗസ് ഡൈവർജൻ്റ് എവല്യൂഷൻ. അനലോഗസ് ഓർഗൻ കൺവെർജൻ്റ് എവല്യൂഷൻ. വീണ്ടും നമ്മൾ ആ ചോദ്യം നോക്കിയേ. അതായത് ഐഡന്റിഫൈ ദി ഇക്വേഷൻ റിലേറ്റഡ് വിത്ത് ജനറ്റിക് ഈക്വിലിബ്രിയം ഗിവൺ ബിലോ. ഓക്കെ, ഇതാണ് ഹാർഡി വെയിൻബർഗ് ഈക്വിലിബ്രിയം. റൈറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറ്റിക് ഈക്വിലിബ്രിയം റിസൾട്ടിംഗ് ഇൻ എവല്യൂഷൻ. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, 5 ഫാക്ടേഴ്സുകൾ പറഞ്ഞു, അത് പഠിക്കണം. ഇനി നമുക്ക് ഇവിടെ പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോലോജി. ഹോമോലോജിയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒരേപോലെ ഹോമോലോജി അറിയുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് സെയിം, പുറമേയുള്ള ഫങ്ഷൻസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് ഐ ഓഫ് ഒക്ടോബസ് ആൻഡ് ഓഫ് മാമൽസ് തെറ്റാണ്, അത് അനലോജിയാണ്. സ്വീറ്റ് പൊട്ടറ്റോ അത് അനലോജിയാണ്. തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് കുക്കൂർബിറ്റ, വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ഓഫ് ബേർഡ്സ്, ഇതാണ് കറക്റ്റ്. ടെൻഡ്രിൽസ് ഓഫ് തോൺസ് ഓഫ് ബൊഗെയിൻവില്ല, മുള്ളുകൾ, കടലാസ് ചെടിയുടെ മുള്ള്. കുക്കൂർബിറ്റയുടെ ടെൻഡ്രിൽസ്, രണ്ടും സ്റ്റെമ്മ, പക്ഷേ രണ്ടും ഓക്കെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ രണ്ടും സ്റ്റെമ്മ, പക്ഷേ ഒന്ന് മുള്ള് പ്രൊട്ടക്ഷനാണ്, വള്ളികൾ എന്തിനാണ്? സപ്പോർട്ടിനാണ്. ഇതാണ് വ്യത്യാസം. വീണ്ടും അതേ ചോദ്യം. ഡിഫൈൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഇനി ഈ ഒരു പിക്ചർ, ഇത് നമ്മളെ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സുകളാണ്. അപ്പോൾ അതിൽ നാച്ചുറൽ സെലക്ഷൻ പറയുന്നുണ്ടല്ലോ. 5ാമത്തെ പോയിന്റ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ടോപ്പിക്കിന് 5ാമത്തെ പോയിന്റ് നാച്ചുറൽ സെലക്ഷൻ. അതിൻ്റെ വിവിധ തരം തന്നിരിക്കുന്നത്. ഇത് നോക്കിയാൽ മതി. ഇതിൻ്റെ പീക്ക് നാരോവറാണ്, നാരോ ആയിട്ടുള്ള പീക്കാണ്. അതിനർത്ഥം ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസ് അക്വയർ മീൻ ക്യാരക്ടർ വാല്യൂ. ഇവിടെ എപ്പോഴും ആവറേജ് ഉള്ളതിനെ സെലക്ട് ചെയ്യുക എന്നാണ്. ഇതാണ് മീൻ ക്യാരക്ടർ വാല്യൂ. ആവറേജ് ഉള്ളതിനെ സെലക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ പറയുന്ന പേരാണിത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ ബാലൻസിങ് സെലക്ഷൻ എന്ന് പറയും. പഠിക്കണം. എപ്പോഴും നമ്മളെ പ്രകൃതി സെലക്ട് ചെയ്യുന്നത് ആരെയായിരിക്കും? ആവറേജ് ഉള്ളതിനെ സെലക്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുക? സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയും. ആവറേജ് ഉള്ളതിനെ സെലക്ട് ചെയ്യുന്നു. ഇനി നോക്കിയേ, ഇൻഡിവിജ്വൽസ് അക്വയർ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. ആവറേജ് ഉള്ളതിനേക്കാളും കൂടുതലുള്ളതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓവർ സ്പെഷ്യലൈസ് ചെയ്തതിനെക്കാട്ടി, അതാണ് ഇൻഡിവിജ്വൽസ് അക്വയർ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ ഞാൻ ബാക്കി ഇങ്ങനെ കൊടുക്കുന്നു, അത് മുകളിലത്തെ തന്നെ. അതാണ് നമ്മൾ ബാലൻസിങ് സെലക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നോക്കിയ 3ാമതൊന്ന്, അതായത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അത് പെരിഫറൽ ക്യാരക്ടർ വാല്യൂ വിൽ ബി മോർ. ഓക്കെ, ആൻഡ് ഈ എന്താണ് ആവറേജ് ഉള്ളത് ഇല്ലാതാവുകയും ചെയ്യും. സോ ഇൻഡിവിജ്വൽസ് അക്വയർ ക്യാരക്ടർ അറ്റ് ബോത്ത് പെരിഫറൽ എൻഡ്സ്. ഇൻഡിവിജ്വൽ അക്വയർ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. 2 എൻഡുകളിലും ഇവിടെ എന്തുണ്ടാവും? എന്താണ് നല്ല ക്യാരക്ടേഴ്സുകൾ കിട്ടും. ആവറേജ് ഉള്ളത് പോവുകയും ചെയ്യും. എക്സ്ട്രാ ക്യാരക്ടേഴ്സുകൾ, അതായത് ഓവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് 2 റീജിയനിൽ ഉണ്ടാവും, ആവറേജ് ഇല്ലാണ്ടാവും. അതാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടോ. സോ ഇൻഡിവിജ്വൽസ് അക്വയർ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് പെരിഫറൽ എൻഡ്സ് എന്ന് പറയും. 2 എൻഡുകളിലുള്ളത് നല്ലതായിട്ട് കാണാം എന്നുള്ളതാണ്. ക്ലിയർ ആയാലും ആവറേജ് ഉള്ളത് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? നമ്മൾ ഈ നാച്ചുറൽ സെലക്ഷന് വിവിധ തരമായിട്ട് നമ്മളിവിടെ പറയുന്നു. ഓക്കെ, നോക്കൂ അടുത്തത്. മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിങ് ദ ഫോളോയിങ് ടേംസ്. നോക്കണം, ഇത് തന്നിരിക്കുന്നതിൽ നമ്മൾ ഫോളോയിങ് ഇത് തന്നിട്ട് നമുക്ക് നോക്കണം. ആദ്യം പറയുന്നു നാച്ചുറൽ സെലക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, വാരിയേഷൻ, ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഓവർ പ്രൊഡക്ഷൻ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഫസ്റ്റ് വൺ ഞാൻ പറയുന്നു 1. ഞാനിവിടെ കൊടുക്കാം ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ. ഇതാണ് 1ാമത്തെ കാര്യം. ഹെറിറ്റബിൾ മൈനർ വേരിയേഷൻ 1. 2ാമതാണ് ഓവർ പ്രൊഡക്ഷൻ. നോക്കി, ഓവർ പ്രൊഡക്ഷൻ 2. ഓക്കെ, 3ാമതാണ് നമുക്ക് പറയാൻ പറ്റും സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഓക്കെ, അതായത് ഇതാണ് 3ാമത്തെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് 3. 4ാമത്താണ്
ഒറിജിൻ ഓഫ് നാലാമത്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഓക്കെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് നാലാമത്താണ്. പിന്നെയാണ് നമ്മൾ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഇതാണ് ശരിക്കും നമ്മൾ എന്ത് പറയുക, നാച്ചുറൽ സെലക്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ എവല്യൂഷൻ ഓഫ് മോഡേൺ മാൻ ഇൻ ഹൈറാർക്കിയൽ ഓർഡർ ഫോർ ദ റെവല്യൂഷൻ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. വളരെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, ഇത് നമുക്ക് ആദ്യം ഞാൻ പറയട്ടെ. ആദ്യത്തെ ഒന്ന് നമ്മൾ പറയും ഡ്രയോപിത്തിക്കസ്. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നു, ഡ്രയോപിത്തിക്കസ്. ഓക്കെ, ഒന്നാമത്തെ ഇതാണ് ഡ്രയോപിത്തിക്കസ്. അതിന് ശേഷം നമ്മൾ പറയുന്നു രാമാപിത്തിക്കസ്. കേട്ടോണേ, അതിന് ശേഷമുള്ളതാണ് രാമാപിത്തിക്കസ്. അതിന് ശേഷമുള്ളതാണ് ഓസ്ട്രേലോപിത്തിസിൻസ്. കണ്ടോ, ഇപ്പോൾ ഡ്രയോപിത്തിക്കസ് കഴിഞ്ഞു, രാമാപിത്തിക്കസ് കഴിഞ്ഞു. അടുത്ത ഒന്നാണ് ഓസ്ട്രേലോപിത്തിസിൻസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊന്നാണ് ഹോമോ ഹാബിലിസ്. ഓക്കെ, ഹോമോ ഹാബിലിസ് ആണ് അടുത്തത്. ഞാൻ എച്ച് ഹാബിലിസ് എന്ന് കൊടുക്കുന്നു, ഹോമോ ഹാബിലിസ്. അടുത്തൊന്നാണ് ഹോമോ എറക്റ്റസ്. ഹോമോ എറക്റ്റസ്. പിന്നെ വരുന്നതാണ് നിയാൻഡ്രതൽ മാൻ. ഹോമോ എറക്റ്റസ് ഇവിടെ, ഹോമോ എറക്റ്റസ്. പിന്നെ നിയാൻഡ്രതൽ മാൻ. പിന്നെയാണ് ഹോമോ സാപ്പിയൻസ്. പഠിക്കാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. നിയാൻഡ്രതൽ മാൻ, ലാസ്റ്റ് വൺ ഹോമോ സാപ്പിയൻസ്. കഴിഞ്ഞു. ഇത്രയുണ്ട്. ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക്, ഓക്കെ, ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രേലോപിത്തിസിൻസ്, ഹോമോ ഹാബിലിസ്, ഹോമോ എറക്റ്റസ്, നിയാൻഡ്രതൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. അടുത്തിലേക്ക് വരുന്നു, അടുത്ത ചാപ്റ്ററിലേക്ക്. അതിന് മുമ്പ് ഈ ചാപ്റ്ററിൽ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ പഠിക്കാണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. എന്താണ് ഞാൻ പറഞ്ഞു, ഹോമോലോഗസ് ഓർഗൺ, അനലോഗസ് ഓർഗൺ, അതിൻ്റെ എക്സാമ്പിൾസ് മറക്കരുത്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ പഠിക്കേണ്ടതാണ് കേട്ടോ. വാട്ട് ഡു യു മീൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രാഫിക്കൽ ഏരിയ. അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, വ്യത്യസ്തപരമായ ജീവികൾ ഒരു ഏരിയയിൽ കാണുക. ഓക്കെ, എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രാഫിക്കൽ ഏരിയ, സ്റ്റാർട്ടിങ് ഫ്രം എ പോയിന്റ്, ഒരു പോയിന്റ് നിന്ന് തുടങ്ങിയിട്ട്, ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ജോഗ്രാഫിക്കൽ ഏരിയ ഓർ ഹാബിറ്റാറ്റ്. അതായത് ഒരു ഇപ്പം നമ്മൾ ചാൾസ് ഡാർവിൻ ഒരിക്കൽ ഗലപ്പഗോസ് ഐലൻഡിൽ ഇറങ്ങുന്നു. അദ്ദേഹം അവിടെ വിചിത്രമായിട്ട് തോന്നുന്നത് അവിടെ പലതരത്തിലുള്ള ചെറിയ ബ്ലാക്ക് ബേർഡുകളാണ്. അതിൻ്റെ പേര് ഫിഞ്ചസ് എന്നാണ്. പിൽക്കാലത്ത് അത് അറിയപ്പെട്ടത് ഡാർവിൻ ഫിഞ്ചസ് എന്നുള്ളതിലൂടെയാണ്. അതിൻ്റെ ബീക്ക് എന്ന് പറയുന്നത്, ഓക്കെ, അവിടെ മാത്രം വ്യത്യാസമുള്ളൂ. അത് അപ്പോൾ ഡാർവിൻ അവിടെ കൺക്ലൂഡ് ചെയ്തു, ഇവയ്ക്കെല്ലാം തന്നെ ഒറിജിനലായിട്ട് ഒരു സീഡ് ഈറ്റിംഗ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് വെറൈറ്റി ആയി വിട്ട് എന്നാണ് പല രീതിയിൽ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്തപ്പോൾ, ഒരു ഏരിയയിൽ പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്ത സമയത്ത് അവിടെയുള്ള ഭക്ഷണക്രമങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓക്കെ, ചിലത് അവിടെ ലഭിച്ചിരുന്നത് ഇൻസെക്റ്റുകളെയാണ്, അപ്പോൾ അതിൻ്റെ ബീക്കുകളിൽ മാറ്റം വന്നു. ചിലത് അവിടെ ഫ്രൂട്ട്സുകളാണ്, അപ്പോൾ അതിൽ മാറ്റം വന്നു, വെജിറ്റബിൾ ഈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചേഞ്ച് വന്നതാണ്. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഡെഫിനിഷൻ. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഏതൊക്കെ എക്സാമ്പിൾ പറയാം? ഒന്നാമത്തെ എക്സാമ്പിളാണ് ഡാർവിൻ ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മർസൂപ്പിയൽസ്, പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഇത് മൂന്നും മക്കൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ, ഇപ്പോൾ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കെമിക്കൽ എവല്യൂഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. അതേപോലെ ഒപ്പാരിൻ ആൻഡ് ഹാൾഡെയിൻ്റെ ഒപ്പാരിൻ ഹാൾഡെയിൻ്റെ കെമിക്കൽ എവല്യൂഷൻ, അതായത് ഓർഗാനിക് ആദ്യം പറയുന്നു ലൈഫ് ഉണ്ടായിട്ടുള്ളത് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണ്. ഓർഗാനിക് മോളിക്യൂളുകൾ ഉണ്ടായിട്ടുള്ളത് ഇനോർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണ്. പിന്നെ അതേപോലെ മില്ലറിൻ്റെ എക്സ്പെരിമെൻറ്റ് പഠിക്കണം. അതായത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ ഉണ്ട്, ആ പിക്ചറൊക്കെ ലേബൽ ചെയ്യാനൊക്കെ മക്കൾക്ക് ശരിക്കും അറിഞ്ഞിരിക്കണം. കേട്ടല്ലോ, അത്രയും കാര്യങ്ങളാണ് ഇതിൽ വരും. ഇനി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, മൂന്നാമത്തെ ചാപ്റ്റർ. ഇതിൽ കുറേ എൻസൈമുകളുടെ പേരുകളൊക്കെയാണ് പഠിക്കേണ്ടത്. ഹൂ ഡിസ്കവേർഡ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ? ഓക്കെ, പെനിസിലിൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പഠിക്കണം, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആദ്യമായിട്ട് ഈ പെനിസിലിൻ കണ്ടെത്തിയത്. അലക്സാണ്ടർ ഫ്ലെമിംഗ്, while he was working on സ്റ്റഫൈലോകോക്കൈ ബാക്ടീരിയ. സ്റ്റഫൈലോകോക്കൈ ബാക്ടീരിയയുടെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആക്സിഡൻ്റലി കണ്ടെത്തിയതാണ് ഈ പെനിസിലിൻ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു കൾച്ചർ പ്ലേറ്റ് എടുത്തു. ആ കൾച്ചർ പ്ലേറ്റിൽ അദ്ദേഹം നോക്കിയപ്പോൾ അവിടെ സ്റ്റഫൈലോകോക്കൈൻ്റെ കൾച്ചർ പ്ലേറ്റിൽ ഒരു ഭാഗത്ത് സ്റ്റഫൈലോകോക്കൈ വളരുന്നില്ല. ആ ഭാഗത്ത് പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കെമിക്കലുണ്ട്. ആ കെമിക്കലിൻ്റെ പേരാണ് പെനിസിലിൻ എന്നാണ് ആ കെമിക്കലിന് പറഞ്ഞ പേര്. ആ പെനിസിലിൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ചെയ്തത്, നമുക്ക് പറയാൻ പറ്റുക, പെനിസിലിൻ ഒബ്റ്റെയിൻ ചെയ്തത് പെനിസില്ലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്നാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്തിലേക്ക് വരാം.
റൈറ്റ് ദ യൂസ് ഓഫ് ഫോളോയിങ് മൈക്രോബിയൽ പ്രോഡക്ട്സ്. ഈ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെ യൂസസ് പറയണം. പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടീസ്, ദേ ക്ലിയർ ദ ഫ്രൂട്ട് ജ്യൂസ് ബിഫോർ ബോട്ടിലിംഗ്. ബോട്ടിലേക്ക് ആക്കുന്നതിന് മുമ്പ് ആ ജ്യൂസ് ഒന്ന് ക്ലിയർ ചെയ്യാനാണ് പ്രോട്ടീസും പെക്റ്റിനേസും. ദേ ക്ലിയർ ദ ഫ്രൂട്ട് ജ്യൂസ് ബിഫോർ ബോട്ടിലിംഗ്. നമ്മൾ ബോട്ടിലേക്ക് ആക്കുന്നതിന് മുമ്പ് ആ ഫ്രൂട്ട് ജ്യൂസ് ക്ലിയർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെപ്റ്റോകൈനേസ് ശരിക്ക് ഒരു എൻസൈമാണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്ന സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്നാണ്. ഈ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈമിൻ്റെ പ്രത്യേകത ആക്ട് ആസ് എ ക്ലോട്ട് ബസ്റ്റർ ആണ്. ക്ലോട്ട് ബസ്റ്റർ ടു റിമൂവ് ബ്ലഡ് ക്ലോട്ട് ഫ്രം ദ പേഷ്യൻറ്റ് സഫറിങ് ഫ്രം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ഓക്കെ, അതായത് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഈ സ്ട്രെപ്റ്റോകൈനേസ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ക്ലോട്ട് ബസ്റ്റർ. അതായത് മയോകാർഡ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന രോഗികളിൽ ഇപ്പോൾ രക്തം കട്ട പിടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ രക്തത്തിൻ്റെ കട്ട പൊട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ്. യു ഹാവ് ടു നോട്ട് ഇറ്റ്. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഡിസ്കവേർഡ് വാസ്, ആദ്യമായിട്ട് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ഏതാണ്? പെനിസിലിനാണ് ആദ്യമായിട്ട് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്. അടുത്തിലേക്ക് വരാം. മാച്ച് ദ ഫോളോയിങ്. നോക്കിയേ, ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ, എന്താ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്നത്? അതേപോലെ മൊണാസ്കസ് പെർപ്യൂരിയസ്. ഓക്കെ, ഈ ട്രൈക്കോഡെർമ പോളിസ്പോറം ഫംഗസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് സൈക്ലോസ്പോറിൻ എ. സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ട്രൈക്കോഡെർമ പോളിസ്പോറം. ഇത് ശരിക്കും ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ് ഡ്യൂറിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഒക്കെ കാണാതെ പഠിക്കണം. ഞാൻ ഈ പറയുന്ന വോയിസ് കേട്ട് വീണ്ടും കണ്ട് ഇതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് കേൾക്കണം കേട്ടോ. ട്രൈക്കോഡെർമ പോളിസ്പോറം ഇത് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്, വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് ഡ്യൂറിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. Okay, Monascus purpureus, which is it's a yeast obtained from Monascus purpureus. ഇത് സ്റ്റാറ്റിൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ സ്റ്റാറ്റിൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ടു ലോവർ ദ ബ്ലഡ് കൊളസ്ട്രോൾ ഏജൻറ്റ്. നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നതാണ് സ്റ്റാറ്റിൻ. സെക്കാരോമൈസസ് സെറിവേസിയെ കേൾക്കണേ. സെക്കാരോമൈസസ് സെറിവേസിയെ എന്ന് പറയുന്ന ഈ എൻസൈം, ഈ ഒരു സെക്കാരോമൈസസ് സെറിവേസിയെ എന്ന് പറയുന്ന ഈ ഒരു ഈസ്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ, ആൽക്കഹോൾ, ആസ്പെർജില്ലസ് നൈഗർ, സിട്രിക് ആസിഡ്. ഓക്കെ, സിട്രിക് ആസിഡ്. ഇനി ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ സീവേജ് വാട്ടർ ഈസ് മെഷേർഡ് ആസ്, ഒരു വെള്ളത്തിലുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസ് കണ്ടെത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഗതിയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. നോക്കിയേ, എൻസൈം യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ടറി. കറ നല്ലതാണ് അല്ലേ? കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ഏതാണ്? അതാണ് നമ്മൾ പറയുന്നത് ലിപ്പേസ്. ലിപ്പേസ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ ടു റിമൂവ് ഓയിലി സ്റ്റെയിൻ ഫ്രം ലോണ്ടറി. നോക്കൂ, അടുത്തത് ഓരോന്നും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ആദ്യം കഡ്ലിംഗ് ഓഫ് മിൽക്ക്, പാല് തൈരാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് ലാക്ടോബാസിലസ്. നോക്കിയേ, ബാസിലസ് തുറിഞ്ചനസിസ് നമ്മൾ പറയുന്നുണ്ടല്ലോ, BT കോട്ടൺ, അത് ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്. ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പ്ലാന്റ് പെസ്റ്റ് ആൻഡ് ഡിസീസ്, ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്. ഇനി ആസ്പെർജില്ലസ് നൈഗർ, അസറ്റിക് ആസിഡ്, വിനെഗറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ബ്യൂട്ടൈറിക് ആസിഡ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം. ഓക്കെ, ബ്യൂട്ടൈറിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൈക്രോബാണ് ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കണം. ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾ എന്നുള്ള ടോപ്പിക്കിലുണ്ട്. നോക്കൂ, മൈക്രോബ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മൈക്രോബ് ഏതാണ്? മെഥനോബാക്ടീരിയം സെല്ലുലോസിൽ ആക്ട് ചെയ്യുമ്പോഴാണ് ബയോഗ്യാസ് ഉണ്ടാവുക, പ്രൊഡക്ഷൻ ഓഫ് മീഥെയ്ൻ. ഇനി ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, മറ്റേ ചാപ്റ്ററിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കണം. അതിൽ കുറേ മൈക്രോബിൻ്റെ പേരുകളുണ്ട്, മക്കൾ അതൊക്കെ പഠിച്ചേ പറ്റും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ലാസ്റ്റ് ടോപ്പിക് that we are going to discuss. Mention any 4 measures useful for prevention and control of alcohol and drug abuse. മദ്യം മയക്കുമരുന്നിൻ്റെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് അവോയ്ഡ് അൺഡ്യൂ പീർ പ്രഷർ. ഓക്കെ, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. രണ്ടാമത്തത് സീക്ക് മെഡിക്കൽ ഹെൽപ്പ്.
മെഡിക്കൽ ഹെൽപ്പ് നമ്മൾ തേടുക. ഓക്കെ, അതേപോലെ തന്നെ സപ്പോർട്ട് ഫ്രം പാരൻസ് ആൻഡ് പീർസ്, പാരൻസിൽ നിന്നും ഫ്രണ്ട്സുകളിൽ നിന്നും നമ്മൾ സഹായം തേടുക. പിന്നെ അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ കൊടുക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 4-5 പോയിൻ്റ്. അതിലൊന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ആദ്യം മെഡിക്കൽ ഹെൽപ്പ് തേടുക, പിന്നെ പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും സഹായം തേടുക, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, പിന്നെ അതേപോലെ തന്നെ റീഹാബിലിറ്റേഷൻ പോലെയുള്ള സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മൾ കൗൺസിലിംഗ് എടുക്കുക എന്നുള്ളതാണ്. ഇനി മാച്ച് ദ കോളം എ വിത്ത് കോളം 2, വളരെ പരമപ്രധാനമായ ടോപ്പിക്ക് നോക്കണം. ഫിസിക്കൽ ബാരിയർ. ഏതൊക്കെയാണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ 4, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ദറ്റ് ഈസ് പ്രസൻറ്റ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ജനിക്കുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്. ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമുക്ക് മൈക്രോബ് ബോഡിയിലേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ ശരീരത്തിൽ കുറേ തടസ്സങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ തടസ്സമാണ് ഫിസിക്കൽ ബാരിയർ, സ്കിൻ ഇൻ ദ ബോഡി. പിന്നെ മറ്റൊന്നാണ് സലൈവ ഇൻ മൗത്ത്, അതേപോലെ തന്നെ ടിയേഴ്സ് ഇൻ ഐസ്. ഇതിലൊക്കെ എൻസൈം ഉണ്ട്. നമ്മുടെ കണ്ണുനീരിൽ എൻസൈം ഉണ്ട്, നമ്മുടെ ഉമിനീരിൽ എൻസൈം ഉണ്ട്, ലൈസോസൈം. ഇവരൊക്കെ മൈക്രോബിൻ്റെ എൻട്രി തടസ്സപ്പെടുത്തും. അതേപോലെ തന്നെ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ബാരിയറാണ്. ഫിസിക്കൽ ബാരിയറിൽ സ്കിന്നാണുള്ളൂ, പിന്നെ ഒന്ന് മ്യൂക്കസ് കോട്ടിംഗ് ആണ്. ഫിസിക്കൽ ബാരിയർ സ്കിന്നും മ്യൂക്കസ് കോട്ടിങ്ങും. നോക്കി, ഇതിലങ്ങനെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. സ്കിന്നുണ്ട്, ഫിസിക്കൽ ബാരിയറിൽ സ്കിന്നും ഉണ്ട്. അതേപോലെ നിങ്ങൾ പഠിക്കണം, മ്യൂക്കസ് കോട്ടിംഗ് ഒക്കെ മൈക്രോബിൻ്റെ എൻട്രി തടസ്സപ്പെടുത്തും. ഇനി ഫിസിയോളജിക്കൽ ബാരിയർ ആണ് ആസിഡ് ഇൻ സ്റ്റൊമക്ക്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ സ്റ്റൊമക്ക്, സലൈവ ഇൻ മൗത്ത്, ടിയേഴ്സ് ഇൻ ഐസ് ഒക്കെ ഫിസിയോളജിക്കൽ ബാരിയറാണ്. ഇനി സെല്ലുലാർ ബാരിയർ ആണ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ചില സെല്ലുകൾ, ന്യൂട്രോഫിൽ എന്ന് പറയുന്ന ചില സെല്ലുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. ന്യൂട്രോഫിൽ, മാക്രോഫേജ്, മോണോസൈറ്റ്, ഇതൊക്കെ മൈക്രോബിനെ വിഴുങ്ങി നശിപ്പിക്കുന്നവരാണ്. അതാണ് സെല്ലുലാർ ബാരിയർ. ഇനി വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ലുലാർ പ്രോട്ടീൻ ഉണ്ടാക്കും, അതിൻ്റെ പേരാണ് ഇൻ്റർഫെറോൺ. ഇവർ വൈറസിൻ്റെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. അതാണ് സൈറ്റോകൈൻ ബാരിയർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, അത് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് നോക്കൂ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹാസ് സ്റ്റാർട്ടഡ് എ നമ്പർ ഓഫ് പ്രോഗ്രാം ടു പ്രിവെന്റ് ദ സ്പ്രെഡിംഗ് ഓഫ് HIV ഇൻഫെക്ഷൻ. മെൻഷൻ ഇനി 4 പ്രിവെന്റീവ് മെഷേഴ്സ് അഗെയിൻസ്റ്റ് HIV ഇൻഫെക്ഷൻ. WHO ഒരുപാട് പ്രോഗ്രാം ഈ ഒരു HIV പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, അതായത് ഒന്ന് അഡ്വക്കേറ്റ് സേഫ് സെക്സ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ യൂസ് ഓഫ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്. പിന്നെ അതേപോലെ തന്നെ റെഗുലർ ചെക്കപ്പ് ഫോർ HIV സസെപ്റ്റിബിൾ പോപ്പുലേഷൻ. പിന്നെ അത് HIV കിട്ടാൻ ചാൻസ് ഉള്ള പോപ്പുലേഷൻ നന്നായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ മറ്റൊന്ന് പിന്നെ അതേപോലെ തന്നെ സ്ക്രീനിങ് ഫോർ ബ്ലഡ്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നന്നായിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ബ്ലഡ് HIV മുക്തമാണോ നോക്കണം. ഡിസ്പോസിബിൾ നീഡിൽസും സിറിഞ്ച് യൂസ് ചെയ്യണം. ഡ്രഗ് അബ്യൂസ് തടസ്സപ്പെടുത്തണം. അങ്ങനെ തടയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടം. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയണം. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടം, അതേപോലെ സേഫ് സെക്സ്, അതേപോലെ തന്നെ ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ്, അതേപോലെ തന്നെ കൺട്രോൾ ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരിക. ഇതാണ് WHO പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി വിച്ച് ഈസ് എ കോസേറ്റീവ് ഓർഗാനിസം ഫോർ മലേറിയ? മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്? പ്ലാസ്മോഡിയമാണ് മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം. കേൾക്കണേ, പ്ലാസ്മോഡിയം. മലേറിയയുടെ കോസേറ്റീവ് ഓർഗാനിസം ഏതാണ്? പ്ലാസ്മോഡിയം. നോക്കിയേ, 2 പ്ലാസ്മോഡിയം തന്നെ പല തരത്തിലുണ്ട് കേട്ടോ. പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട്, ഫാൽസിപ്പാറ ഉണ്ട്, അതേപോലെ തന്നെ മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിപ്പാറം, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാസ്മോഡിയം ഉണ്ട്. ഇനി 2 ഹോസ്റ്റുകൾ വേണം മലേറിയൽ പാരസൈറ്റ് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഒന്ന് ഹ്യൂമൻ ബീങ്, മറ്റൊന്ന് മൊസ്കിറ്റോ. എല്ലാവർക്കും അറിയുന്ന രോഗമാണല്ലോ. വാട്ട് ആർ ദ ഗിവൺ വാക്സിൻസ് ആർ ഗിവൺ ടു ചിൽഡ്രൻ അറ്റ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദർ ഡെവലപ്മെൻറ്റ്. വാട്ട് യു മീൻ ബൈ വാക്സിൻ? വാക്സിൻ എന്താണ്? ഇനാക്റ്റീവ്, വീക്കൻഡ് ഓർ കിൽഡ് മൈക്രോബ്. വീക്കൻഡ്, ഇനാക്റ്റീവ് മൈക്രോബ് ദാറ്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ബോഡി ടു പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. ഒരു വീക്കായിട്ടുള്ളതോ ഇനാക്റ്റീവ് ആയിട്ടുള്ളതോ ഒരു മൈക്രോബിനെ ബോഡിയിലേക്ക് കടത്തിവിടാം. എന്തിനാണ് അങ്ങനെ കടത്തിവിടുന്നത്? നമ്മുടെ ബോഡി ആൻറ്റിബോഡി ഉണ്ടാക്കാനാണ്. ഇനി യഥാർത്ഥത്തിൽ അതേപോലത്തെ ഒരു മൈക്രോബ് ബോഡിയിലേക്ക് കയറുമ്പോൾ ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി തന്നെ ഫൈറ്റ് ചെയ്യാനാണ്. കോവിഡ് വാക്സിൻ നമ്മളൊക്കെ എടുത്തതാണ്. അതേപോലെ ചെറിയ കുട്ടികൾക്ക് പൊതുവേ കൊടുക്കുന്നതാണ് പോളിയോ വാക്സിൻ. ഇതൊക്കെ ശരിക്കും പോളിയോ വൈറസിൻ്റെ ഒരു ഫേക്ക് രൂപമാണ്.
ഓക്കെ, അതിനെ സമാനമായ ഒരു അല്ലെങ്കിൽ അതിന് ഇനാക്റ്റീവ് ആക്കിക്കൊണ്ടൊരു മൈക്രോബിനെയാണ് ബോഡിയിലേക്ക് കടത്തിവിടുന്നത്. ഇത് ബോഡിയിലേക്ക് കടത്തിവിടുമ്പോൾ ഈ മൈക്രോബിൻ്റെ പ്രവർത്തനം എന്താക്കുകയാണ്, ആ മൈക്രോബ് ബോഡിയിലേക്ക് വരുമ്പോൾ ആ ഒരു വീക്കായിട്ടുള്ള മൈക്രോബിനെ കടത്തിവിടുമ്പോൾ ബോഡി അതിനെ തെരഞ്ഞു പിടിച്ച് നശിപ്പിക്കാം. വീണ്ടും അതേ മൈക്രോബ് ബോഡിയിലേക്ക് വരുമ്പോൾ മുന്നേ ഉണ്ടാക്കി വെച്ച ആൻറ്റിബോഡി തന്നെ നശിപ്പിച്ച് കളയാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് വാക്സിൻ. ഇനി റൈറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷൻ. ഒരാളിലേക്ക് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിനെയാണ് വാക്സിനേഷൻ എന്ന് പറയാം. ഈ വാക്സിനേഷനിലൂടെ അയാൾക്ക് ലഭിക്കുന്ന എന്താണ്? ഇമ്മ്യൂണിറ്റിയാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇൻട്രൊഡക്ഷൻ ഓഫ് വാക്സിൻ ടു ദ ബോഡി കോൾഡ് വാക്സിനേഷൻ. ഈ ത്രൂ വാക്സിനേഷൻ ഇഫ് ഹി ഓർ ഷീ ഗോട്ട് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ഞാനൊരു കോവിഡിൻ്റെ വാക്സിൻ എടുത്തു, അപ്പോൾ അത് വാക്സിൻ എടുത്താൽ അതിൻ്റെ പേര് വാക്സിനേഷനായി. ആ വാക്സിനേഷനിലൂടെ എനിക്ക് കോവിഡിൽ നിന്ന് പ്രതിരോധശേഷി കിട്ടി. അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയും. ഇനി നോക്കി, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നമ്മൾ ഫുള്ളാക്കാം. ഇമ്മ്യൂണിറ്റി രണ്ട് തരം, ഇന്നേറ്റ് ഉണ്ട്, ഇവിടെ ഞാൻ എഴുതുന്നു അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. ഇവിടെ ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിസിക്കൽ ബാരിയർ ഉണ്ട്, ഫിസിയോളജിക്കൽ ബാരിയർ ഉണ്ട്, സെല്ലുലാർ ബാരിയർ ഉണ്ട്, സൈറ്റോകൈൻ ബാരിയർ ഉണ്ട്. സൈറ്റോകൈൻ ബാരിയർ. ഇനി ഇവിടെ നോക്ക്, ഇത് അക്വയേർഡ് ഇമ്മ്യൂണിറ്റിയാണ്. അക്വയേർഡ് ഇമ്മ്യൂണിറ്റി ഒന്ന് നമുക്ക് പറയാൻ പറ്റും ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, മറ്റൊന്ന് ഏതറിയോ? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ഒന്ന് ആൻറ്റിബോഡി മീഡിയേറ്റഡും മറ്റൊന്ന് ഏതാണ്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുമാണ്. സെറ്റാണോ? ഇനി കംപ്ലീറ്റ് ദ ഇലുസ്ട്രേഷൻ ചാർട്ട് ഗിവൺ ബിലോ. ഇറ്റ്സ് നോട്ട് ഹിയർ, സോറി. എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ് എമംഗ് അഡോളസൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞ ചോദ്യം. ഇനി നോക്ക്, റൈറ്റ് ദ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഓപ്പിയോയിഡ്സ്. ഓപ്പിയോയിഡ്സ് മെയിൻലി എഫക്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? നമ്മളെ ശരിക്കും സ്ലോസ് ഡൗൺ ദ ബോഡി ഫങ്ഷൻ. ഓക്കെ, ഇത് ബോഡി ഫങ്ഷൻ സ്ലോ ആക്കും. കണാബിനോയിഡ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണാബിനോയിഡ്സ് നമ്മുടെ ബോഡിയിൽ ശരിക്കും ഇത് സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ മിസ്യൂസ് ചെയ്യുന്ന സംഗതിയാണ്. കാർഡിയോ വാസ്കുലർ ഫങ്ഷനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. കൊക്ക ആൽക്കലോയിഡ്സ് ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ യൂഫോറിയ, ഇൻക്രീസ്ഡ് എനർജി, അതൊക്കെയാണ് ഇതിൽ കിട്ടുക. നോക്കണേ, ഓപ്പിയോയിഡ്സ് ഞാൻ പറഞ്ഞു അവർ സ്ലോസ് ഡൗൺ ദ ബോഡി ഫങ്ഷൻ, ഡിപ്രഷനൊക്കെ ഉണ്ടാക്കും. കണാബിനോയിഡ്സ് നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന ഡ്രഗാണ്. അതേപോലെ തന്നെ നമുക്ക് കാർഡിയോ വാസ്കുലാർ ഫങ്ഷനൊക്കെ എഫക്റ്റ് ചെയ്യുന്നതാണ്. കൊക്ക ആൽക്കലോയിഡ്സ് ഡോപ്പമൈൻ്റെ ട്രാൻസ്മിഷനെ ബ്ലോക്ക് ചെയ്യും. യൂഫോറിയ ഒക്കെ ഉണ്ടാക്കുന്നതാണ് കൊക്ക ആൽക്കലോയിഡ്സ്. ഇനി ഐഡൻറ്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ ഏതിൽ നിന്നാണ്, ഏതാണ് ബാക്ടീരിയൽ ഡിസീസ്? ഐഡൻറ്റിഫൈ ദ ബാക്ടീരിയൽ ഡിസീസ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ബാക്ടീരിയൽ ഡിസീസ് ഏതാണ്? ടൈഫോയിഡ്, അമീബിയാസിസ്, മലേറിയ, ഫിലേറിയാസിസ്. ടൈഫോയിഡ് സാൽമോണല്ല ടൈഫി. അമീബിയാസ് കോസ് ചെയ്യുന്നത് പ്രോട്ടോസോവയാണ്, എൻറ്റമേബ ഹിസ്റ്റോലിറ്റിക. മലേറിയ പ്രോട്ടോസോവയാണ്, പ്ലാസ്മോഡിയം. ഫിലേറിയാസിസ് നമുക്കറിയാൻ പറ്റും ഹെൽമിന്തിക് ഇൻഫെസ്റ്റേഷനാണ്, അതായത് വുച്ചറേറിയ. അപ്പോൾ ടൈഫോയിഡാണ് ഇവിടെ ബാക്ടീരിയൽ ഡിസീസ്. നോക്കൂ, ക്ലാസിഫൈ ദ ഫോളോയിങ് ബാരിയർ ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അണ്ടർ 3 സ്യൂട്ടബിൾ ഹെഡിങ്. സ്കിന്ന് ഏതാ വരിക? ഫിസിക്കൽ ബാരിയറാണ്. അതേപോലെ തന്നെ സലൈവ ഫിസിയോളജിക്കൽ ബാരിയറാണ്. WBC സെല്ലുലാർ ബാരിയറാണ്. മോണോസൈറ്റ് സെല്ലുലാർ ബാരിയറാണ്. മ്യൂക്കസ് ഫിസിക്കൽ ബാരിയറാണ്. ആസിഡ് സ്റ്റമക്ക് ഫിസിയോളജിക്കൽ ബാരിയറാണ്. അപ്പോൾ 3 ഹെഡിങ് ആയില്ലേ? ഫിസിക്കൽ ബാരിയറിൽ ഏതൊക്കെ ഉണ്ട്? സ്കിന്ന്, മ്യൂക്കസ്. ഫിസിയോളജിക്കൽ ബാരിയറിൽ ഏതൊക്കെ ഉണ്ട്? അതേപോലെ സലൈവ, ആസിഡ് ഓഫ് സ്റ്റമക്ക്. പിന്നെ സെല്ലുലാർ ബാരിയറാണ് WBC ആൻഡ് മോണോസൈറ്റ്. നോക്കൂ, innate immunity is a non-specific type of defense. Consists of 4 types of barriers. Categorize the barriers and give an example for each. നമ്മൾ ഓരോന്നും പറഞ്ഞതാണ്, ഇപ്പോൾ തൊട്ട് മുമ്പൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് തന്നെ വന്നു എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, എനിവേ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നമ്മളെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. Hope you are all understood this much very well. Study well and score good marks. Best of luck for your exam from Target team. Thank you. Have a nice day. Bye.